നമസ്കാരം പ്രിയപ്പെട്ടവരെ, കുറച്ചൊന്ന് ചിരിച്ചാല. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മളെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള കുറെ കോമഡി പീസുകളുണ്ടല്ലോ. നമ്മുടെ ഷാബു മോന്റെ കുറച്ച് ശിങ്കടികൾ ഉണ്ടായിരുന്നല്ലോ, ഈ ബിഗ് ബോസ് താരങ്ങളായിട്ടും സിനിമാ മേഖലയിലുള്ള സെലിബ്രിറ്റികളെയൊക്കെ കുറച്ച് രംഗത്തിറക്കിയിട്ട് കൊച്ചി അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് അടപടലം അങ്ങോട്ട് പിടിച്ചെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ചില സാധനങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ചിരിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോഴും പലരുടെയും കൊടല് തിരിഞ്ഞു കിടക്കുന്നത് നേരെയാക്കി ഇടാൻ പോലും പറ്റിയിട്ടില്ല. കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് മാലപ്പടക്കം പോലെയാണ് യവന്മാര് നമ്മളെ കേരളത്തിൽ ചിരിപ്പിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ അഖിൽ കോട്ടാത്തല ഉണ്ടല്ലോ, ഞാൻ ഇപ്പൊ ഇവിടെ അങ്ങോട്ട് ഉഴുതു മറച്ചു കളയുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഗീർവാണം മുഴക്കിയ നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ചേട്ടൻ അവസാന കലാശക്കൊട്ടിന് വരുന്ന സമയത്ത് ലെവൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ 4-ാം തീയതി മെയ് 4-ാം തീയതി ആകുമ്പോൾ എൻ്റെ കൗണ്ടിങ്, അതായത് എൻ്റെ ലീഡ് ഇങ്ങനെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രോളായിട്ട് മാറിയിട്ടുള്ള സംഭവം. അത് കറക്റ്റായിരുന്നു. താഴെ നിന്ന് എണ്ണുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ വട്ടപൂജ്യമാണ്. 51,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നമ്മുടെ ഉമാ തോമസ് ഗംഭീര വിജയം നേടിയത്. 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തെങ്ങാണ്ട് പിന്തള്ളപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. പിന്നെ നമ്മുടെ ചക്ക വെട്ടിപ്പൊളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് താമരപ്പൂ വിരി എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ചേച്ചിയില്ലേ, ആ ചേച്ചിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ വന്നായിരുന്നു. ഇതിനിടയ്ക്കൊരു മീഡിയ, അതായത് ഇവരുടെ എല്ലാം PR ആയിട്ട് കുറേ യൂട്യൂബർമാർ ഇവരങ്ങോട്ട് രംഗത്തിറക്കിയായിരുന്നു. അതിലൊരു യൂട്യൂബർ നമ്മുടെ ചക്ക ചേച്ചിയോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ചേച്ചി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇലക്ഷന് നിൽക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചേച്ചിയുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ എടുത്ത് അവർക്ക് വേണ്ടി ചെലവാക്കിയല്ലോ എന്ന് കേൾക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ഒരു ഡയലോഗ് കേട്ടിട്ടുള്ളൂ. സത്യം പറയല്ലോ, ചിരി വന്നു കേട്ടാ. ഇങ്ങനൊക്കെ സ്ക്രിപ്റ്റഡ് ആയിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് സിനിമാക്കാർക്കും ഈ പറയുന്ന വേട്ടാവളിയന്മാർക്കൊക്കെ പറ്റത്തുള്ളൂ. ഏതാണെങ്കിലും നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 24-നകത്ത് നമ്മുടെ അഖിൽ കോട്ടാത്തല ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് നമുക്കിത് ഇതൊന്ന് കാണാം. ഇതൊന്ന് കണ്ടതിന് ശേഷം ലെവൻ എന്താണ് പറയുന്നതെന്നും കേൾക്കാം. നമ്മുടെ ചേച്ചിക്കും എന്തൊക്കെയോ പറയാനുണ്ട്. അപ്പൊ ആസ്വദിച്ചോളൂ, കണ്ടോളൂ, ചിരിച്ചോളൂ. കൊടല് തിരിഞ്ഞവർ തൽക്കാലം ചിരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. വീഡിയോ കാണാം. ചേച്ചിയുടെ സമ്പാദിക്കുന്നത് 35 ലക്ഷം രൂപ ചെലവാക്കി എന്നൊക്കെ പറയുന്നത് ആര് പറഞ്ഞു? ആ പറഞ്ഞ ആളെന്ന് എൻ്റെ അടുത്ത് കൊണ്ടു തന്നിട്ട് ചോദ്യം ചോദിക്കോ? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ നമ്മുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നതിന് മുമ്പ് മുടക്കി. രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ചേച്ചിയുടെ സമ്പാദിക്കുന്ന 35 ലക്ഷം രൂപ ചെലവാക്കി. അതെന്ന് വെച്ചാൽ അത് രാഷ്ട്രീയത്തിലല്ല, അത് നമ്മൾ പേഴ്സണലി വളരെ ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും ചേച്ചിയോട് വന്ന് പറയും, ചേച്ചി എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ വേണം. അങ്ങനെ പല ആൾക്കാരും 30 അല്ല, ഒരു 50 ലക്ഷത്തിനടുത്തുള്ള. ഞാൻ ഉറപ്പ് ജയിക്കുന്ന ഒറ്റ സ്ഥാനത്ത് കേരളത്തിലുള്ളൂ. ആരാ? അഖിൽ മാരാർ. തീർത്ത് തരാം. ജയിക്കുന്ന ഉറപ്പിച്ചു പറയുന്നത് ഒറ്റ സ്ഥാനത്തേ ഉള്ളൂ. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. തൃക്കാക്കരയിൽ ഞാൻ വന്നത് എന്റെ രാഷ്ട്രീയ ആത്മഹത്യയല്ല, കോൺഗ്രസിന്റെ ആത്മഹത്യക്ക് തുല്യമായ നടപടിയാണെന്ന് മെയ് 4-ാം തീയതി നിങ്ങൾക്ക് മനസ്സിലാവും. ഉറപ്പാ. ഉണ്ടകൾ പലതും പല സൈസാണല്ലോ കാണുന്നവരെ. അതാണ് ചോദ്യം. തൃക്കാക്കര കൺഫേം ആണോ? അത്ര ആത്മവിശ്വാസമാ? സോമനങ്ങളുടെ ഈ കോൺഫിഡൻസ് കാണുമ്പോഴാ എനിക്കൊരാശ്വാസം. അത് മോൾക്ക് അവന്റെ കോൺഫിഡൻസിനെ പറ്റി അറിയാനിട്ടാ. മുമ്പ് തോറ്റ എല്ലാ ഇലക്ഷനും ഇതേ കോൺഫിഡൻസ് ആയിരുന്നു. ബിഗ് ബോസിൽ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണോ ഇത്തവണത്തെ കപ്പ് എനിക്കാണെന്ന് ഞാൻ ജൂനിയേഴ്സിനോട് പറഞ്ഞത്, അതേ വിളിക്കും കേട്ടോ. ഞാൻ വിളിക്കും 10 ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം. ഇത് പാപ്പന്റെ മണ്ടത്തരങ്ങളുടെ പുസ്തകത്തിലേക്ക് ഒരു പുതിയ അധ്യായമായിരിക്കും. ഇവിടെ എനിക്കൊരു സ്പെഷ്യൽ മെൻഷൻ കൂടി ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒന്ന് കുഞ്ഞെന്നോളൂ. ചില പ്രേക്ഷകരെങ്കിലും കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ചക്ക മുറിഞ്ഞു. അപ്പൊ ചക്ക വെട്ടി അവര് ചക്കയുടെ കാര്യത്തിൽ തീരുമാനമായി. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. ചക്ക മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ചക്ക കുരു പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. 2020 അടപടലം ചക്ക എല്ലാം ചീഞ്ഞുപോയി. ശേഷം നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് മോദിജിയോട് പറയാം, പിടിച്ചോ മോദിജി, ഇതാ ഞങ്ങളുടെ തൃക്കാക്കരാവിനെ. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ചില്ലും കൂട്ടിലാക്കി മുമ്പിൽ ഒരു നേർച്ചപ്പെട്ടിയും വെച്ചാ ബാക്കിയുള്ളവന് ചെലവിന് കാശും കിട്ടും. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. കൊക്കിൽ ഒതുങ്ങണ്ടേ കൊത്താവും മോനെ.
ഹാവ് എ ഗുഡ് ഡേ. ഹാവ് എ ഗുഡ് ഡേ എന്ന് ഇനി നമ്മൾ എന്ത് 20 ദിവസം കൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢിയല്ല താനെന്ന് തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന അഖിൽ മാരാർ. ജയിക്കാൻ തോന്നുമെന്ന പ്രതീക്ഷ പ്രവർത്തകർക്ക് നൽകാനായിരുന്നു ശ്രമം. ഇനിയും സജീവമായി 2020 തുടരുമെന്നും അഖിൽ മാരാർ 24നോട് പറഞ്ഞു. ലിഡിയ ജേക്കബിന്റെ റിപ്പോർട്ടിലേക്ക്. തൃക്കാക്കരയിൽ NDA സ്ഥാനാർത്ഥിയായിരുന്ന അഖിൽ മാരാറാണ് 24നൊപ്പം ചേരുന്നത്. അഖിലെ, ഉമാ തോമസ് ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അഖിൽ പക്ഷേ ഒരു വലിയ പരാജയം നേരിട്ടു. അല്ല, അങ്ങനെയില്ല. അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ മത്സരിച്ചത്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നണി രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ്. അവിടെ അഖിൽമാരാർക്ക് പ്രാധാന്യമില്ല, ഉമാ തോമസിന് പ്രാധാന്യമില്ല. ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം. സ്വാഭാവികമായിട്ടും NDA മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ആശയത്തിന് വലിയ സ്വീകാര്യത കേരളത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് 3 താമര വിരിഞ്ഞതും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 15,000 വോട്ട് ഇത്തവണ 21,500 വർദ്ധിപ്പിക്കാൻ തൃക്കാക്കരയിൽ നമുക്ക് കഴിഞ്ഞതും. അഖില് വലിയ രീതിയിൽ കാടിളക്കിയ ഒരു പ്രചരണം നടത്തിയ ഒരാൾ കൂടിയാണ്. വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ക്യാമ്പയിനുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയ ഒരാൾ കൂടിയാണ്. പക്ഷെ എവിടെയാണ് 2020 പിഴച്ചത് എന്നൊരു ചോദ്യം. അല്ല, 2020 പിഴച്ചിട്ടില്ല, നമുക്ക് ആർക്കും പിഴച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കണം. നമ്മൾ ഒരിക്കലും ജയസാധ്യത ഇല്ല എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചൊരു സ്ഥലത്താണ് ഞാൻ മത്സരിക്കാൻ വരുന്നത്. നോക്കൂ, എനിക്ക് ആദ്യം ഇവിടെ വേണ്ടത് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷ എൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്കൊരു വോട്ട് ചെയ്യാൻ തോന്നത്തുള്ളൂ. 2, അവരൊരാളോട് വോട്ട് ചോദിക്കാൻ പോകത്തുള്ളൂ. അപ്പോൾ എൻ്റെ ടീമിനെ സെറ്റാക്കി എടുക്കാൻ വേണ്ടി അവരെ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് ഈ രംഗത്തേക്ക് ഇറക്കാൻ പറ്റണം. അഖിൽ മാരാർ ശക്തമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിലുണ്ടാവും. ഇവിടെ ആർക്കാണ് തെറ്റുപറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാബുമോന്, കിറ്റ ഷാബുമോന് തന്നെയാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. കാരണം ഇവനെ പോലുള്ള മരമണ്ടന്മാരെ എടുത്ത് ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് കൊണ്ട് നിർത്തി ഈ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കുന്ന തരത്തിൽ സ്വയം വിഡ്ഢിയായിക്കൊണ്ട് ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ച കോമാളിയായിട്ട് യവൻ മാറി എന്നുള്ളതാണ്. യവൻ മാത്രമല്ല കേട്ടോ, മറ്റേ ചക്കച്ചേച്ചിയാണെങ്കിലും അത് തന്നെയാണ്. നമ്മുടെ ചക്കച്ചേച്ചിയുടെയും ഒരു വീഡിയോ ഇപ്പോൾ പുറത്ത് ഭയങ്കര രീതിയിൽ വൈറലാവുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. എന്താണ് നമ്മുടെ ചക്ക ചേച്ചി പറയുന്നതെന്നും കൂടെ നോക്കാം. ഈ ഇലക്ഷനൊക്കെ സംബന്ധിച്ച് ഭയങ്കര ന്യൂസ്. ഇപ്പോ ആര് മുഖ്യമന്ത്രിയാവുന്ന ആരാവും പറഞ്ഞോളൂ, ചാനലിനോട് ചോദിക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജോത്സ്യൊന്നും അറിയില്ല കുട്ടി. മുഖ്യമന്ത്രി ആരാന്ന് പറയാൻ VD സതീശൻ വരുന്നുണ്ടോ? VD സതീശൻ വരണം. നമ്മളെ തീരുമാനങ്ങളല്ല, അതൊക്കെ അവരുടേതായ തീരുമാനങ്ങളാണ്. നമ്മുടെ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ, നിങ്ങൾ തീരുമാനിക്കും. നിങ്ങൾക്ക് ആരാ വരണം ആഗ്രഹം? മുഖ്യമന്ത്രിയാണല്ലോ ഈ പാർട്ടിക്ക് ചെയ്യുന്നുണ്ടോ ട്രോളൊക്കെ? നമ്മളെ ട്രോളിനാണല്ലോ ഇപ്പൊ, അവരെയാണല്ലോ ട്രോളുന്നത്. ഞങ്ങളുടെ ട്രോളുകളാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണത്. ഞങ്ങൾ മാക്സിമം ഇരുന്നാണ് ഞങ്ങൾ കുറച്ച് റീലൊക്കെ ചെയ്യാൻ പോകും. ഞങ്ങൾക്ക് എങ്ങനെ ചിരിക്കാതിരിക്കും അല്ലേ? ഇതുപോലെ കുറെ മരക്കഴുതകളാണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. വിഡ്ഢിത്തരത്തിനും കോമാളിത്തരത്തിനും മന്ദബുദ്ധിത്തരത്തിനും ഇവിടുത്തെ ജനങ്ങൾ വിധിയെഴുത്തില്ല. പിന്നെ ഈ കിട്ടിയ വോട്ടുകൾ അത് ഇവിടുത്തെ സംഘപരിവാറിൻ്റെയും കാസയുടെയും ഒക്കെ അല്ലെങ്കിൽ കുറച്ച് പണമൊക്കെ ഇങ്ങനെ വാരി എറിഞ്ഞതിൻ്റെയൊക്കെ ആ ഒരു ഹുങ്കിൽ കിട്ടിയിട്ടുള്ള വോട്ടുകളാണ് ഇവരിപ്പം മേടിച്ചിരിക്കുന്നത്. ചിരിച്ച് തല കുത്തിയിട്ടുണ്ട്. എനിക്കിനി ചിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് ചിരിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനകത്ത് ഞാൻ ഉത്തരവാദിയല്ല. അപ്പോൾ അഖിൽ പൊട്ടാത്തലയോ കോട്ടാത്തലയോ അതുപോലെ നമ്മുടെ ചക്കച്ചേച്ചിയോ ഒക്കെ ഇനി കേരളത്തിൽ ഇനിയും സജീവമായി ഈ പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമെന്നൊക്കെയാണ് പറയുന്നത്. ചേച്ചിയുടെ 10-35 ലക്ഷം രൂപയും കോട്ടാത്തലയുടെ 10-15 ലക്ഷം രൂപയൊക്കെ ഇലക്ഷന് വേണ്ടിയൊക്കെ പൊട്ടിയെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള പൊട്ടിത്തെറികളൊക്കെ ഇനി ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനിയും ചിരിക്കാനായിട്ട് നമ്മുടെ ചിരിക്കുടുക്കുകൾ നമ്മുടെ കൺമുന്നിൽ ഇനിയും ഉണ്ടാകും. അതും നമുക്ക് കണ്ട് ആസ്വദിക്കാം. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.